റിയൽമി ആൻഡ് ഒപ്പോ മെർജ് ആയിട്ടാണ്. ഇന്റേണലി ഇപ്പോൾ അവർ പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു റീസ്ട്രക്ചറിങ് ആണെന്നാണ് പറയുന്നത്. ഇവരുടെ എല്ലാവരുടെയും R&D ടീമും ബാക്കിയുള്ള ടീമും എല്ലാം ഒരുമിച്ച് ഒറ്റ ടീമാക്കി മാറ്റുകയാണ് ഇപ്പോൾ റിയൽമിയും വൺ പ്ലസും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനീഷ്യലി വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ലോഞ്ച് ചെയ്യാൻ നേരത്തെ ഈ ഒരു ബ്രാൻഡ് ഒരു നീഷ് കാറ്റഗറി ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന് ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കസ്റ്റം റൂംസിന് ഇഷ്ടപ്പെടുന്ന, ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ കുറച്ചുകൂടി ടെക് എൻതൂസിയാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറക്കിയിരുന്നത്. പക്ഷേ ഇവൻച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇന്ന് ഒരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലേക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺസ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതേ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ തന്നെ ഈ ഒരു BBK ഗ്രൂപ്പിന് വേറൊരു ബ്രാൻഡ് ഉണ്ട്, അതാണ് ഒപ്പോ. അപ്പോൾ ഈ ഒപ്പോയുടെ സ്മാർട്ട് ഫോൺസിനെ കാനിബലൈസ് ചെയ്യുകയാണ് ഇപ്പോൾ വൺ പ്ലസിൻ്റെ ഹൈ എൻഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ചെയ്യുന്നത്. വൺ പ്ലസിൻ്റെ സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസ് കൂടിക്കൂടി വന്നപ്പം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് BBK ഗ്രൂപ്പ് റിയൽമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ലോഞ്ച് ചെയ്തത്. ഈ റിയൽമി ആണ് ഇപ്പം ലോ എൻഡ് തൊട്ട് അവരുടെ അപ്പർ മിഡ് റേഞ്ച് വരെയുള്ള ഫോൺസ് നോക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കാൻ നേരത്ത് വൺ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പോകുന്ന ദിവസങ്ങളിൽ മേ ബി വൺ പ്ലസിൽ ഫ്യൂവർ ലോഞ്ചസ് ഉണ്ടാവാം ഫോണിൽ. ഇപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് ഫോണുകൾ മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ ഗ്ലോബലി. അവർ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ചൈനയിലേക്ക് മാത്രമായിട്ട് അവർ കുറയ്ക്കുന്നൊക്കെയുള്ള റൂമേഴ്സ് നമുക്കിപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഈ ഒരു ബ്രാൻഡിന് വൺ പ്ലസിന് ക്ലോസ് സെയിലുണ്ടാവില്ല. ബട്ട് ഇനി അങ്ങോട്ടേക്കുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒപ്പോ അല്ലെങ്കിൽ BBK ഗ്രൂപ്പ് ഒരു ഡിസിഷൻ എടുക്കുമായിരിക്കും. ഇനി വേറൊരു കാര്യം, എന്തുകൊണ്ട് വൺ പ്ലസിനെ ചൂസ് ചെയ്തു, റിയൽമിനെ ചൂസ് ചെയ്തില്ല ഈ ഒരു ഡിസ്മാൻഡിൽ ചെയ്യാമെന്ന് ആലോചിക്കുകയാണെങ്കിൽ, റിയൽമിക്ക് നല്ല സെയിൽസ് ഗ്രോത്ത് ഉള്ളൊരു ബ്രാൻഡാണ്. പക്ഷേ വൺ പ്ലസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് ഗ്ലോബലിയും പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് സെയിൽസ് വല്ലാതെ കുറഞ്ഞു വരുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ BBK ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അൾട്രാ ഹൈ എൻഡിലേക്ക് ഒരു ഒപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ബാക്കിയുള്ള ലോവർ അതായത് മിഡ് റേഞ്ച് ആസ് വെൽ ആസ് ബഡ്ജറ്റിലേക്ക് റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ഇപ്പോൾ വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് അവരുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഒപ്പോ ഗ്രൂപ്പ് എന്താണ് വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കൊണ്ട് ചെയ്യുന്നതെന്ന് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും.